അവള് വന്നില്ലേ? നാരായണി പഠിക്കുകയാണ് ഗൈസ്. ആരെ കളയാനെന്നോ ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറ. കോൺസെൻട്രേഷൻ കളയാതെ പോകാൻ എങ്ങനെയാണോ അത് പറയുന്നത്? ശാംഭവി ഉറങ്ങുകയാണ് ഗൈസ്. ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നത് ചേട്ടയാണ് ഗൈസ്. ഗൈസ് 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 ഇപ്പൊ രാവിലെ തെറി പറഞ്ഞെന്നെ കൊണ്ട് പണി കിട്ടിയത്. താമസിച്ചു ഞാൻ ചെയ്തു പറഞ്ഞു. ഞാൻ പാവം കേൾക്കുന്ന മോൻ. ഈ സാധനം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഗൈസ്. ഏതിട്ട് വെക്കാൻ പാത്രം വേണം. കറക്റ്റായിരുന്നു വെള്ളം. ആരാണ് ബിറിയാണിയോ? മഴ പിടിച്ച് എണീറ്റ് വന്നാണോ? സമയം എത്രയായി? 10 മണി. കറക്റ്റ് 10 എണീറ്റല്ലോ. തരത്തില്ല. പല്ലൊക്കെ തേച്ച് മുഖം കഴുകാതെ തരത്തില്ല. ഉറങ്ങുവാണോ ഇരുന്ന്? നിന്നുറങ്ങുവാണോ? ആരെണീച്ചു? ഇന്നലെ താമസിച്ചേ? ബിരിയാണി ആയിട്ടാണോ പല്ല് തേക്കണ്ടത്? നീ പല്ല് തേക്കാതെ തരത്തില്ല. അങ്ങനെയാണെ വേണ ഞാൻ തേക്കാം അല്ലേ? ക്യാമറ പിടിക്കാൻ പോയി പല്ല് നാരായണി കൊച്ചിന്റെ ബ്രഷും പേസ്റ്റും എടുത്തോണ്ട് വാ. അപ്പൊ നാരായണി എടുത്താലും മതിയല്ലോ. ആ ബിരിയാണി അല്ല മോനെ, ഇതെന്തോ ഒരു നമ്മള് എനിക്ക് ഇട്ടുള്ള ഒരു ചോറാണ്. ഓക്കെ, ഞാൻ നോക്കിട്ട് പറയാം. അങ്ങനൊന്നും ഇല്ലടി, ഒരു ചോറ്. രണ്ട് തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു കോളിഫ്ലവർ അല്ല കോളിഫ്ലവർ. അതിന്റെ അയില പോയി. എന്താണ് പോന്നെ? എന്നെടുക്കാൻ പോവാ? എന്താ മൂട്ടിക്കാനായിരുന്നല്ലേ? പിന്നെ അടുക്കള ഇരിക്കുന്ന എന്താ മോഷ്ടിക്കാൻ? വയറും വലിക്കും. ഇല്ല, അവിടെ പോവാ. ഇതിനാ ചോദിക്കാനാ? ഞാൻ കടയിൽ പോകുന്നുണ്ടെന്ന് അറിയണ്ടേ എല്ലാവരും? വീട്ടുപണിയെ ചെയ്യുന്നില്ല, എന്നാ പിന്നെ കടയിലെങ്കിലും പോക്കൂടെ? ഒരു ദിവസം
ഓക്കെ ഇപ്പൊ തൽക്കാലം പോക്കോ ടാറ്റാ. Look ആര് ഇവിടെ കയ്യാലെല്ലാം പൊളിക്കുക. ഇത് പൊളിച്ചിട്ട് വേറെ മൊത്തം മാറ്റി പണിയാനല്ല, കുറച്ച് ഭാഗമൊക്കെ പണിയും. ചേച്ചിയൊന്നുമില്ല, ശ്യാമള് വേറെ ജയം കാണും. വാ നോക്കാം. പിന്നെ നാരായണിയില്ല, ആ സ്കൂളിൽ പോയില്ലേ, പരീക്ഷയല്ലേ. നോക്കാം, വാ പോക്കോ, താഴോട്ടിറങ്ങി പോക്കോ. റോഡി പയ്യെ പോ. വരുന്നുണ്ടോ? കട പോയതാ. ഇതുപോലെ കെട്ടും നമ്മുടെ അവിടെയും ഉണ്ടോ കയ്യാല. എന്നിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നു വേണ്ടേ, എന്നിട്ട് കമ്പിമുള്ളിടും. ഇതാണ് പരിപാടി. എന്താവോ എന്തോ. ആ ഞാൻ അത് ഇനിയിപ്പം വെയിലോ പോയില്ല. വെയിൽ ഇപ്പം വെയിലില്ല, ഉണ്ടോ അവിടെ? ആ അവിടെ ഉണ്ട്, ഇവിടെ ഇല്ലല്ലോ. ഇവിടെ കുറവാ. നോക്കാം, വളവിന് പോയി നിൽക്കാം. നിൽക്കണ്ടേ? അയ്യോ, താഴോട്ടിറങ്ങി പോയാൽ പാടാ. നടന്നാ മതിയോ? വെയിലോ? ആ വരട്ടെ. ഇവിടെ ബസ്സേലായി ശ്യാമളമ്മ ഇപ്പൊ ബസ്സേലായി ജയ മതിയോ? ഇനി ഇപ്പൊ ബസ്സേലായി. ബസ് ഇവിടെ ഇവിടെ വരുന്നുണ്ടോ? ശ്യാമളയോട് വന്നപ്പോൾ കൊണ്ടുവരാൻ പറയാൻ മേലായിരുന്നോ? ശ്യാമളമ്മ വന്നപ്പോൾ കൊണ്ടുവരാൻ പറയാൻ മേലായിരുന്നോ? അങ്ങോട്ട് പോകണ്ട, വാ വാ വാ. ബാറു ഇങ്ങോട്ട് തള്ളത്തേക്ക്, ഇങ്ങോട്ട് വാ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ വെളിയിലോട്ട് ശ്യാമള ഇറങ്ങുന്നത് തന്നെ മീൻ മേടിക്കാൻ വേണ്ടിയാണോ? പിന്നെ അളിഞ്ഞ അങ്ങനെ അവിടെ കിടന്ന എന്നാ പറ്റി? ഓട്ടോ വിളിക്കാഞ്ഞേ? ശ്യാമളുടെ കാശില്ലായിരുന്നോ? ഇഷ്ടം പോലെ കാശുള്ളതാണല്ലോ. ജയൻ്റെ അടുത്ത് പോയിട്ടിരുന്നല്ലേ. പിന്നെ അമ്മയുടെ അമ്മ പിടിക്കട്ടെ, നിന്റെ വേണം പിടിക്കാം. പിന്നെ അങ്ങോട്ട് പിടിക്കണോട്ടോ. എന്നൊക്കെ തട്ടിപ്പാണോ? അല്ലതാ, ഇത് കളയാൻ വെച്ചിട്ട് സാധനം. അത് ഇതല്ല ഏത്തക്ക. അവർക്ക് കയറ്റി വേണമെങ്കിലേ പറ്റത്തില്ല.
നശിപ്പിച്ചോ? ഞാൻ നശിപ്പിച്ചല്ല, വെയിൽ കൂടുമ്പോ അങ്ങനെ ആവും. സവാള ചേട്ടന് അണ്ണൻ അവിടെ ഇല്ല. ഓട്ടോ വിളിച്ചു വരുത്തില്ല. നിങ്ങൾ സാധാരണ ഓട്ടോ വിളിച്ചല്ലേ വരുന്നത്? മനുഷ്യരെ നിങ്ങൾ സാധാരണ ശ്യാമളയുള്ളപ്പോൾ ഓട്ടോ വിളിച്ചല്ലേ വരുന്നത്? കടയിൽ പോയി സാധനം മേടിച്ചാൽ കുറ്റവും മിച്ചം. ശ്യാമളയൊന്നും നടക്കില്ലാത്ത ശ്യാമളയൊക്കെ ഞാനൊക്കെ എന്റെ ജന്മത്തെ തലവെച്ച് സാധനം ഒന്നും എടുത്ത് നടന്നിട്ടില്ല. എന്നതിനാ നടക്കാൻ പോയേ? ശ്യാമളമ്മ കാരണമല്ലേ? ശ്യാമളമ്മ ഒറ്റ ഒരുത്തി കാരണോ? മോശമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എന്നാ ഇവിടെ ഇങ്ങനെ കൂടെ പറഞ്ഞോണ്ടല്ലോ, ഈ ഇന്ന കടയിലെ മേടിക്കാവുള്ളൂ, അങ്ങനെ കടയിൽ മേടിക്കാൻ പറയണ്ട. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വില കൂടി മേടനെ മേടിച്ചില്ലല്ലോ. ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചാണോ കുറ്റം? അണ്ണനൊക്കെ ഹോൾസെയിൽ കടയിൽ എടുക്കുന്നേ. അതുകൊണ്ടല്ലോ ഞാൻ ഏതാണ്ട് പറഞ്ഞു വിട്ടാന്ന് തോന്നല്ലോ. ശ്യാമള ഏതാണ്ട് ഇത് ചെയ്യാൻ പോയതിന് കർമ്മ ക്രിയ ചെയ്യാൻ പോയതിന് ഞാൻ എന്നെ ഉത്തരവാദി. എനിക്ക് വേണ്ടി പോയാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ആ കണ്ണാടി കളഞ്ഞ ഞാനാണോ ശ്യാമളയുടെ? കണ്ണാടിയുടെ കാശ് പിടിക്കാൻ പോയല്ലേ? ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ കണ്ണാടി. അല്ല, കണ്ണാടി ആ ചെറുക്ക് പറഞ്ഞു, ചേച്ചി ഇത് 900 രൂപ. ഞാൻ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ മതി, കാരണം ചവിട്ടി പിടിക്കാനുള്ള അല്ലെ കൊണ്ട് പിള്ളേർക്കോ ചവിട്ടി പൊട്ടിക്കാനോ? വഴി കളഞ്ഞു വന്നു പിള്ളേരെ കുറ്റം. കളയാനുള്ള സാധനം പറഞ്ഞു ഇവിടെ കുറഞ്ഞു. ഈ ആഴ്ച കളഞ്ഞേ, ഈ ആഴ്ച കളഞ്ഞേ. പിള്ളേർ കളഞ്ഞൊക്കെ ഉത്തരവാദിത്തം ഇല്ല കൊണ്ട് അവിടെ ഇവിടെ ഇട്ടിട്ടല്ലേ? ആ പിന്നെ റോഡിൽ ഇട്ടിട്ട് വന്ന ടീമാണ് കഴിഞ്ഞ പ്രാവശ്യം. അതാ പറഞ്ഞേ, ഈ ലാസ്റ്റ് പോയത് റോഡിൽ വെച്ചല്ലേ? അല്ല പിള്ളേരുടെ അല്ലേ ചവിട്ടിയെ? അപ്പോൾ എവിടെയാലും കൊണ്ടിടും, പിള്ളേർ ചവിട്ടി കളയും. എന്ന് വെച്ചാൽ ആഴ്ച ആഴ്ച എൻ്റെ ഫോൺ പോവല്ലേ? ഈ അങ്ങനെയുള്ളൊരു കണ്ണാടി വെക്കല്ലെന്നേ. അതൊക്കെ വർഷം കൊറോണ സമയത്ത് നടന്ന കാര്യമാണ് ഇപ്പം പറയുന്നത്. വെള്ളത്തിന് വേണ്ടി ഇരിക്കുവാണോ കിണറിൻ്റെ വക്കിന്? നീ ഞാൻ പിടിക്കാം കൂടെ. വിഷയമുള്ള കേസല്ലേ എനിക്ക് വേണതാ. എന്നിട്ട് അവിടെ ചെന്നിട്ട് കിടന്ന് കാറാനില്ലേ വീട്ടിൽ ചെന്നിട്ട്? അത് കാറിന്റെ കാര്യമില്ലല്ലോ. നീയാ ഇത് പിടി. നീ എന്നാ ചിലക്ക് ഞാൻ ജയചാച്ചൻ്റെ ശമ്പളത്തിൻ്റെ മൊത്തം ഇപ്പോൾ പോകുന്ന ശ്യാമളയ്ക്ക് കണ്ണാടി മേടിക്കാനാ. മന്ത്രി വല്ല ആകുമായിരുന്ന ലാഭമായിരുന്നു. മന്ത്രി ഞാൻ എന്നാ തന്നെ മേടിച്ചു തരുന്നേ? ശ്യാമളെ ആഴ്ച കൊണ്ട് ക്ലാസ് കണ്ണാടി കളയുന്നതിന് ഞാൻ മേടിച്ചു തരണോ? ആ പിന്നെ ഞാൻ വീണ്ടും ജയചാച്ചനെ കുത്തുവാള എടുപ്പിക്കാൻ വേണ്ടി കണ്ണാടി കൊണ്ടുപോയി കളഞ്ഞേച്ച് വരും. ഇതിന് എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടോണേ? ഇതിന് എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടോണം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞങ്ങളിവിടെ വന്നിട്ട് എത്ര വർഷമായെന്ന് നമ്മളറിയോ? 15 വർഷമായി. ആ ഉണ്ട്. വള്ളമുള്ള വള്ളം. ശ്യാമളയൊക്കെ താമസിച്ച ഒരു സ്ഥലത്ത് പോലും വെള്ളമില്ലായിരുന്നു. എവിടെയാ? നാടുകാണിയിലാണോ? എന്നാ? ആ ഉണ്ടായിരുന്നു, പൈപ്പ് ഉണ്ടായിരുന്നു, വെള്ളം വരത്തില്ലെന്നുള്ളൂ. കോരാനങ്ങ് താഴെ റോഡിൽ പോകുമായിരുന്നു ജയൊക്കെ. ആണോ? നീ കൊണ്ടുക്കോ. ഇപ്പം നീയാന്ന് തോന്നല്ലേ ഇപ്പം അതായിട്ട് കൊണ്ടുപോയത്? ഒന്നാം പോയാ ആടിയാടിയാണല്ലോ വരുന്നേ. ഇന്നലെ മാളായിരുന്നോ? മൊത്തം പോയതല്ലേ അതുകൊണ്ട്
അമ്മ ചോദ്യം കേട്ടാനായി നമ്മൾ പറയണം. അവരുടെ പറമ്പിലെ കയ്യാല അവര് പൊളിക്കുകയോ കിട്ടുകയോ ചെയ്യുന്നത് നമ്മൾ തന്നെ പറയാനാ. അവരെ കയ്യാലെ വിളിച്ചു പോയി ജോലി പണിയിട്ടോ അവര് പണിതോളും. അവരോട് കയ്യാല പൊളിച്ച് ഷോവിന് പണിയാൻ പറയാൻ. അവരുടെ പറമ്പിലെ അവരുടെ കയ്യാലേ. എന്താ പൊന്നോ, മുന്നിൽ കിടന്ന് എന്തോ സാധനത്തെ ഇളക്കി ഞാൻ പറഞ്ഞല്ലേ എന്നോട് ഇറങ്ങണ്ടെന്ന്. വെളിയിൽ പോകണ്ടെന്ന്. വലിയ അമ്മയ്ക്ക് അവിടെ ചെന്ന് തന്നതിന് അറിയാമല്ലോ പച്ചരി സങ്കടം കൂടെ വരുന്നത്. ആരാ ഇതേ ചായ ഇടാൻ വരുന്നതാണ്. അപ്പ പാലുണ്ടാക്കും. അപ്പ പോയി പാല് വെച്ചോ. ഇല്ല അപ്പ വെച്ചില്ലല്ലോ. ഇല്ല. സൂപ്പർ സൂപ്പറായിട്ട് വെയിലുണ്ട്. എന്തിനാണ് സൂപ്പർ എന്ന് വെച്ചാ വെയിലിന്റെ അങ്ങേറ്റം. അയ്യോ ശ്യാമളമ്മ വന്നിട്ട് വന്ന വഴി ശ്യാമളമ്മ വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചിറക്കി പോയി. അമ്മ എവിടെ ആശുപത്രി പോയത് അതുകൊണ്ട് എങ്ങാണ്ട് വീണിട്ട് എവിടെ എങ്ങാണ്ട് ഭാര്യയല്ല പൊട്ടലുണ്ടോ അത് ഇന്ന് വരുമോ? അറിയില്ല. സ്കിപ്പ് ചിരിയുണ്ടോ? ആ ചിരിയാ എന്റെ രസം. ചിരി ഇന്നലെ ചിരിച്ചേ അത് വേറെ ചിരി. ഏത് ടൈപ്പ് ചിരി വേണം നിനക്ക്? പക്ഷെ ആദ്യം ചിരിച്ച ചിരി ഇനി കിട്ടത്തില്ല. ഇപ്പോഴേ വരത്തില്ലായിരിക്കും, വെയിലല്ലേ. ഡ്യൂ ആയത് ഇപ്പൊ എന്റെ മുഖം ഇങ്ങനെ ഒരിക്കൽ കഴിയുമ്പോ എന്റെ മുഖം എടുക്കണേ. എന്തോ ഇത്രയും ദിവസം വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാറാണ് മഴക്കാറ്. ഇത്രയും ദിവസമായിട്ട് ഇത്രയും കൂടുതൽ കാറ് വന്നിട്ടില്ല. പക്ഷെ അങ്ങ് പോവാണ്ടോ, പെയ്യുന്നില്ല. ഉണ്ടോ അവിടെ പോയി കിടക്കുക. ഇവിടെ നിന്ന് ഇപ്പോൾ പോയതാ, ഇവിടെ പെയ്തില്ല. പക്ഷെ ഇവിടെ വാലി കിടപ്പുണ്ട്, ചിലപ്പോൾ പെയ്തില്ല. പെയ്യാ അത് തീർന്നെന്ന് തോന്നുന്നു. ചാറിപ്പോയി. ഇതായിപ്പോൾ സ്ഥിരം പരിപാടി, തമിഴ്നാട് സ്റ്റൈല് മഴ പെയ്ത്ത. ശ്യാമളമ്മ 5 മണിയാകുമ്പോൾ വരാമെന്നും പറഞ്ഞ് പോയതാ. ഇതുവരെ 5 മണിയായിട്ടില്ല. ഞാൻ പറഞ്ഞത് 7 മണിക്ക് വരുമെന്നാണ്. 7 മണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ മഴക്കാർ കാണത്തില്ല. പക്ഷെ നല്ല മഴക്കാറുണ്ട്, ചാറ്റൽ പോലെ വരുന്നുണ്ട്, അല്ല പെയ്യുന്നില്ല. അതെനിക്ക് എടുത്തിട്ടടി അവിടെ വെച്ചാൽ അതൊക്കെ. അതിന് നോക്കിയിരിക്കുക. കാലത്ത് മഴ അങ്ങോട്ട് വരത്തില്ല. എന്തിയോ എനിക്ക് എടുത്തില്ലടി, ചിലപ്പോൾ വരും. നമ്മളമ്മ എപ്പം വരുമെന്നാടി പറഞ്ഞ? അമ്മ 5 മണിക്ക്. ഇപ്പം സമയനാടി 7:04 7:05 എന്നിട്ട് എൻ്റെ അമ്മ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അത് കഴിയാതെ തിരിച്ചു വരത്തില്ല. അതെങ്ങനെ എപ്പോഴും ഈ ഒരേ ടൈം 7 മണി എന്ന് പറയുന്ന ടൈമിൽ? അമ്മ ബസ്സിൽ വന്നിട്ട് നടന്നല്ലേ വരുന്നത്. അതുകൊണ്ടാണോ? പിന്നെ 5 മണി എന്ന് പറഞ്ഞാൽ കാറ് വിളിച്ചു വരുന്ന കാര്യമായിരുന്നു. അഞ്ചു മണിയായി 5 മണിയായി. നടന്നാണോ പോയേ? 3 മണിയായി. അവിടെ ചിലപ്പോൾ നടന്നാ പോയെന്ന് തോന്നുന്നു.
അയ്യോ പുള്ളി എല്ലായിടത്തും ഒരു ഇതെടുത്ത് വെക്കും വെള്ളം കൊണ്ടു വെള്ളം എടുത്ത് വെക്കാനാ മനുഷ്യനാണ് തിയേറ്ററിൽ ഒന്നാ അതാ സമാധാനമായിട്ട്. ചെടികൾക്കെല്ലാം വെള്ളമായില്ലേ ഇവിടെ പേട് ഇവിടെ മൊത്തം മരയുണ്ടല്ല മര തിരിച്ചടിച്ചേനെ വേണ്ട ചെടിക്കൊന്നും ആയില്ലെന്നേ. ചെടിക്കൊക്കെ ആകണേ തന്നെ ഇത്രയും നല്ല മഴ വേണം. മടിച്ചിരിക്കുന്ന നിങ്ങൾ പോര് ഞാനോ അമ്മ ഞാനോ വേണ്ട ഞാൻ അവിടെ കാലൊക്കെ നിറയ്ക്കണം ചേച്ചി അവിടെ നിന്നാ മതി അപ്പന് ആദ്യത്തെ മഴയുടെ വെള്ളം കൊള്ളത്തില്ല. മഴക്കാറ് ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. മഴ ഇപ്പോഴറിയാൻ തുടങ്ങി. അവിടെ മഴ പെയ്യുന്ന നല്ല ശബ്ദം കേൾക്കാം. പക്ഷെ ഇവിടെ മഴയൊന്നുമില്ല. കാറ്റുണ്ടോ നല്ല. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് ചാറ്റലാണ്. വലിയ മഴയെന്നൊന്നും പറയാറുള്ള സാധനം വന്നില്ല. മഴയ്ക്ക് കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ ശ്യാമളമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ചന്ദ്രൻ നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ടോ? ആ കറണ്ട് പോയി. ഓക്കെ, ഇപ്പോൾ സെറ്റ്. ചന്ദ്രനെ കണ്ടോ? ചന്ദ്രനെ പിന്നെ ഇങ്ങനെ മഴക്കാറുണ്ടെങ്കിലും നമ്മുടെ ഈ ഭാഗത്തിൽ